വിശുദ്ധ റമദാൻ മാസത്തിന് തുടക്കം കുറിക്കുന്ന മാസപ്പിറവി നിരീക്ഷിക്കുന്നതിനായി UAE ചന്ദ്രദർശന സമിതി ചൊവ്വാഴ്ച വൈകുന്നേരം അബുദാബിയിൽ യോഗം ചേരും. സൗദി അറേബ്യയും പൊതുജനങ്ങളോട് ഇന്ന് വൈകുന്നേരം മാസപ്പിറവി നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചന്ദ്രനെ കണ്ടാൽ നാളെ അതായത് ഫെബ്രുവരി 18-ന് വ്രതാരംഭമായിരിക്കും. ചന്ദ്രനെ കണ്ടില്ലെങ്കിൽ വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാൻ നേരത്തെ തന്നെ ഫെബ്രുവരി 19 റമദാൻ 1 പ്രഖ്യാപിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തെ വരവേൽക്കാൻ മക്കയിലെ മസ്ജിദുൽ ഹമറും മദീനയിലെ മസ്ജിദുൻ നബവിയും പൂർണ്ണമായി സജ്ജമായി. തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയുള്ള ഇഫ്താർ വിതരണവും സുരക്ഷാ ക്രമീകരണങ്ങളും വിപുലീകരിച്ചതായി സൗദി മതകാര്യ വകുപ്പ് അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും തമ്മിൽ അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തികം, ഊർജ്ജം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ പുതിയ കരാറുകളിൽ ഒപ്പുവച്ചു. ഇത് മേഖലയിലെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വലിയ കരുത്താകും. ദുബായ് വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏകദേശം 557.50 ദിർഹം എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വർധനവിന് ശേഷമുള്ള ഈ ഇടിവ് റമദാൻ പർച്ചേസിനായി ഒരുങ്ങുന്ന പ്രവാസികൾക്ക് ആശ്വാസകരമാണ്. സൗദി അറേബ്യൻ ഓഹരി വിപണിയായ തദാവുലിൽ വിദേശ നിക്ഷേപത്തിൽ വലിയ വർധനവുണ്ടായതായി റിപ്പോർട്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വിദേശ സ്ഥാപനങ്ങൾ മാത്രം ഏകദേശം 170 കോടി റിയാലിന്റെ ഓഹരികളാണ് വാങ്ങിക്കൂട്ടിയത്. സൗദി സമ്പദ് വ്യവസ്ഥയിലുള്ള ആഗോള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണിതെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. പുണ്യങ്ങളുടെ മാസമായ റമദാനെ വരവേൽക്കാൻ ഗൾഫ് ലോകം ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയ സഹകരണ കരാറുകളും ഓഹരി വിപണിയിലെ ഉണർവും മേഖലയിലെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. വരാനിരിക്കുന്ന വ്രതനാളുകൾ എല്ലാവർക്കും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.